ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നടൻ അല്ലു അർജുന് ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്നുള്ള വാർത്ത പുറത്തുവരികയാണ്. നേരത്തെ അല്ലു അർജുനെ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വന്നിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദം പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ അല്ലു അർജുന് ജാമ്യം അനുവദിച്ചിരിക്കുന്നെന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നുണ്ട്. ഷബ്ന, വിശദാംശങ്ങൾ. ഗൗതം, അല്ലു അർജുനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി സൂചിപ്പിക്കുകയും തുടർന്ന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലു അർജുനെ ഇന്ന് ഉച്ചയോട് കൂടിയിട്ടായിരുന്നു പോലീസ് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അല്ലു അർജുനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിയായിരുന്നു ഈ റിമാൻഡ് നടപടി ഉണ്ടായത്. അതിനുശേഷം അല്ലു അർജുന്റെ അഭിഭാഷകൻ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. തെലങ്കാന ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ അല്ലു അർജുൻ നൽകിയിരുന്ന ഒരു ഹർജി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ കേസിന്റെ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി നിലനിൽക്കെയാണ് ഇത്തരം ഒരു അറസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ചോദ്യം ചെയ്ത് ഇന്ന് അടിയന്തരമായി ഈ വിഷയം കേൾക്കണം എന്നാവശ്യപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയെ സമീപിക്കുന്നു. തെലങ്കാന ഹൈക്കോടതി ഈ വിഷയം 2:30 ആദ്യം 2:30 പരിഗണിക്കാം എന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നീടാണ് 4 മണിക്ക് ഇത് വീണ്ടും പരിഗണിക്കാം എന്ന് പറയുകയും കോടതി ഇത്തരത്തിൽ ഹർജിയിൽ വാദം കേൾക്കുകയും ചെയ്തു. ഇത്തരം അടിയന്തരമായി ഈ വിഷയം പരിഗണിച്ചതിനെ സർക്കാർ അഭിഭാഷകൻ എതിർത്തിരുന്നു. എന്നാൽ ആർക്കും വഴിവിട്ട സഹായം ചെയ്യുന്നില്ല, നടനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഇത്തരത്തിൽ വഴിവിട്ട ഒരു സഹായവും ചെയ്യുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും തുടർന്ന് ഇതിൽ വാദം കേൾക്കുകയും ചെയ്തു. സമാന സ്വഭാവമുള്ള കേസ് നടൻ ഷാരൂഖ് ഖാനെതിരെ അഹമ്മദാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കേസ് ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കി. സുപ്രീം കോടതിയിൽ ഗുജറാത്ത് പോലീസ് നൽകിയ അപ്പീലും തള്ളിയിരുന്നു. അത്തരത്തിലുള്ള നിരവധി വാദങ്ങൾ ഈ അല്ലു അർജുന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന് അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അല്ലു അർജുന്റെ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കാതെ തീരുമാനമെടുക്കരുത് എന്നതായിരുന്നു തെലങ്കാന സർക്കാരിന്റെ നിലപാട്. അതായത് പോലീസ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ FIR-ഉം പോലീസ് വാദവും പരിഗണിച്ച് മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കൂ എന്ന് കോടതിയും ആദ്യഘട്ടത്തിൽ നിലപാടെടുത്തിരുന്നു. ഹർജി അടിയന്തരമായി പരിഗണിക്കാനുള്ള കോടതി തീരുമാനത്തിനെതിരെ സർക്കാർ അഭിഭാഷകൻ പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതി അതിൽ ആർക്കും വഴിവിട്ട സഹായം നൽകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അല്ലു അർജുനെതിരെ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്നും ജാമ്യം നൽകരുത് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. പോലീസും ഇതിൽ അല്ലു അർജുന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, അല്ലു അർജുൻ ബാൽക്കണിയിലാണ് ഇരുന്നത്. ബാൽക്കണിയിൽ ഇരിക്കുകയും ഈ സംഭവം നടക്കുന്നത്, അതായത് ഈ രേവതി എന്ന യുവതി മരണപ്പെടുന്നത് താഴെ ഗ്രൗണ്ടിലാണ്. തിക്കും തിരക്കും ഉണ്ടായത് ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് അല്ലു അർജുനെ കണ്ടത് കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടായി, അല്ലു അർജുൻ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ബാധ്യസ്ഥനാണ് തുടങ്ങിയ വാദം നിലനിൽക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അഭിഭാഷകൻ ഉന്നയിച്ച മറ്റൊരു കാര്യം, പോലീസും 1-ാം നിലയിൽ അല്ലു അർജുനെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നില്ല. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ മതിയായ പോലീസ് ഫോഴ്സിനെ നിയോഗിച്ചില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. അല്ലു അർജുൻ എത്തും എന്ന് നേരത്തെ തന്നെ പോലീസ് കമ്മീഷണർക്ക് തിയേറ്റർ ഉടമകൾ അറിയിപ്പ് നൽകിയതാണ്. ഇത്തരത്തിൽ വലിയ തിക്കും തിരക്കും ഉണ്ടാകും എന്ന് തിയേറ്റർ ഉടമകൾക്ക് അറിയാമായിരുന്നു. അതിനുശേഷം പോലീസിനെ കൃത്യമായി വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് ഇതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല എന്ന കടുത്ത വിമർശനം അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ പോലീസും അല്ലു അർജുനെ കാണാനായിട്ട് ഈ 1-ാം നിലയിൽ എത്തിയിരുന്നു എന്നാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചാൽ പോലീസ് കസ്റ്റഡിയെ എതിർക്കും എന്ന് അഭിഭാഷകൻ ഈ വാദത്തിനിടെ പറഞ്ഞിരുന്നു. ജാമ്യം നൽകാനുള്ള കേസല്ല ഇത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കാരണം അല്ലു അർജുൻ എത്തിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും എന്ന് പോലീസ് തിയേറ്റർ ഉടമകളെ അറിയിച്ചിരുന്നു എന്ന വാദം ഉന്നയിച്ചിരുന്നു. ഇത്തരം വലിയ ക്രൗഡ് ഉണ്ടാകുകയും ഈ സ്ത്രീ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെ മകന് പരിക്കേറ്റു. അത്തരത്തിലുള്ള വലിയ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് നടന്നത്. തിയേറ്റർ ഉടമകളെ പോലെ തന്നെ അല്ലു അർജുനും ഇതിൽ ബാധ്യസ്ഥനാണ്. ഈ കുറ്റം എല്ലാം നിലനിൽക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതി ഇപ്പോൾ അവസാന ഘട്ടത്തിൽ തീരുമാനമെടുത്തത് അല്ലു അർജുനെതിരെ പ്രഥമ ദൃഷ്ട്യാ ഈ നരഹത്യാ കുറ്റം നിലനിൽക്കും എന്ന് പറയാനാവില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഒരു നിയമപ്രശ്നവും ഇതിന്റെ ഇടയിൽ ചർച്ചയായിരുന്നു. കാരണം FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയായിരുന്നു കോടതിയിൽ നിലനിന്നിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയോ അല്ലെങ്കിൽ ഇത് അറസ്റ്റിന് ശേഷമുള്ള
ജാമ്യമോ ഒന്നുമായിരുന്നില്ല. ഇത്തരം ഒരു എഫ്ഐആർ റദ്ദാക്കണം എന്ന ഒരു ആവശ്യത്തിൽ എങ്ങനെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്ന നിയമപ്രശ്നം കോടതിക്ക് മുന്നിൽ വന്നിരുന്നു. അർണബ് ഗോസ്വാമിയുടെ അടക്കമുള്ള കേസുകളിൽ ഇത്തരത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി ഇതിൽ തെറ്റില്ല എന്ന വാദം അഭിഭാഷകൻ ഉന്നയിക്കുകയും ചെയ്തു. ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കോടതിയുടെ അന്തിമ ഉത്തരവല്ല, ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും അല്ലു അർജുനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഇന്ന് ജയിലിലേക്ക് പോകേണ്ട, ഇത്രയും നേരം ഇത്തരം ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കാരണം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു, 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഇതിനുശേഷം നടൻ അല്ലു അർജുനെ ജയിലിലേക്ക് പോകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരാതിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അല്ലു അർജുൻ ഏതായാലും ഈ വിഷയത്തിൽ ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം അല്പസമയം മുമ്പാണ് കോടതിയിൽ നിന്നും ഇത്തരം ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ച ഉത്തരവ് വന്നത്. ഷബ്ന, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത, അല്ലു അർജുനെ റിമാൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് ഉന്നയിച്ചിരുന്നത് ഇത് പോലീസിനെ അറിയിച്ചില്ല എന്നതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഈ സന്ധ്യ തിയേറ്റർ എന്ന തിയേറ്റർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ചിക്കൽപാടിക്ക് നൽകിയിട്ടുള്ള ഒരു നോട്ടീസിൽ, അറിയിപ്പിൽ അത് പറയുന്നത് ദ ഹീറോയിൻ VIPs ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഓഫ് ദ ഫിലിം ആർ കമ്മിങ് ടു സീ ദ മൂവി എന്നൊരു വരി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പോലീസ് അത് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്, അതിന് അംഗീകാരം നൽകിയിട്ടുമുണ്ട്. പിന്നെ ഈ കോടതിയിൽ ഈ വാദം വീണ്ടും പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നുള്ള വാദം അത് ഉന്നയിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള നീക്കത്തിനാണ് പോലീസ് തയ്യാറായിരുന്നത്? ഒരുപക്ഷെ അല്ലു അർജുനെ റിമാൻഡ് ചെയ്യണം എന്നതൊരു നിർബന്ധ ബുദ്ധിയുടെ കൂടി തീരുമാനത്തിലുള്ള ഒരു നീക്കമായിരുന്നോ ഇതെന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഗൗതം, ഇപ്പോൾ നമുക്കറിയാം വലിയ പ്രതിഷേധം ഇപ്പോൾ ഒരു സ്ത്രീയും അതുപോലെ ഒപ്പം തന്നെ അവരുടെ കുഞ്ഞും ഗുരുതരാവസ്ഥയിൽ കുഞ്ഞെത്തുകയും ഈ സ്ത്രീ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സ്ത്രീയുടെ ഭർത്താവ് അടക്കമുള്ളവരാണ് ഇത്തരം ഒരു കേസുമായി മുന്നോട്ട് പോയത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നത് കൃത്യമായ നിയമപരമായ ബാധ്യതയാണ്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഇതിൽ ആരൊക്കെ ഇതിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയും അല്ലു അർജുൻ എത്തിയത് കൊണ്ടാണ് ഇത്രയും ക്രൗഡ് തിയേറ്ററിൽ എത്തിയത് എന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ ഒരു നടപടിയിലേക്ക്, അതായത് കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ തിയേറ്ററിൽ എത്തുന്ന കാര്യം കൃത്യമായി അറിയിച്ചിരുന്നു എന്ന് അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തിയേറ്റർ ഉടമകളാണ് ഇത്തരത്തിൽ പോലീസ് കമ്മീഷണർക്ക് കത്ത് എഴുതിയിരുന്നത്. ആ കത്തിന്റെ പകർപ്പും പുറത്തു വന്നിരുന്നു. ഡിസംബർ 2-നാണ് പോലീസ് കമ്മീഷണറെ ഇത്തരത്തിൽ ഒരു കത്തിലൂടെ ഈ വിവരം അറിയിച്ചത്. അല്ലു അർജുൻ എത്തും എന്ന് തന്നെ അറിയിച്ചിരുന്നു. പോലീസ് ഇത് അംഗീകരിച്ചിരുന്നു. പോലീസ് അംഗീകരിച്ചത് സർട്ടിഫൈ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ഇത്തരത്തിൽ ഈ സിനിമയുടെ പ്രിവ്യൂ നടത്താനുള്ള അത്തരത്തിൽ അനുമതിയും നൽകിയിരുന്നതാണ്. അത്തരം നിയമപരമായ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ അഭിഭാഷകൻ തന്നെ പറയുന്ന ആവശ്യത്തിന് പോലീസ്, അതായത് ഇത്രയും ഈ സന്ധ്യ തിയേറ്ററിൽ ഇത്രയും ക്രൗഡിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് അറിയാമായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് പോലീസ് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിനെ നിയോഗിച്ചില്ല. വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പോലീസിന്റെ വീഴ്ചയാണ് എന്നായിരുന്നു അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. ഈ ഡിസംബർ 2-ന് തന്നെ കത്ത് കൊടുക്കുകയും അതിനുശേഷം ഡിസംബർ 5-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും അതിനു മുമ്പ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിനെ കൃത്യമായി അറിയിച്ചിട്ടും ആവശ്യത്തിന് പോലീസ് ഫോഴ്സ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. ശരി ഷബ്ന, എന്തായാലും അല്ലു ആരാധകർക്ക് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. താൽക്കാലികമെങ്കിലും ആശ്വാസകരമായ വാർത്ത കോടതിയിൽ നിന്നും പുറത്തു വരുന്നു. ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു അല്ലു അർജുന്. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ്.